ഹലോ ആൾ, ഞാൻ ഡോക്ടർ നിശാന്ത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടിയിൽ അക്യുപങ്ക്ചർ ചികിത്സ ചെയ്യാൻ പോയിട്ട് കൊല്ലപ്പെട്ട, മരണപ്പെട്ട എന്നല്ല ഞാൻ പറയുന്നത്, കൊല്ലപ്പെട്ട ക്യാൻസർ ബാധിച്ച ഒരു യുവതിയുടെ വാർത്ത. ഇതിൻ്റെ ഭാഗമായിട്ട് പുറത്തു വന്നിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു വീഡിയോ കേൾക്കാം. ഭയങ്കര വേദന സഹിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ മനസ്സിന്റെ തോന്നലാണ് വേദന വരുന്ന സമയത്ത് അവരുടെ അടുത്ത് എത്തിക്കണ്ടിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും അത് കയറി മുറിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. ചിറ്റത ഔട്ടാക്കോ അല്ലെങ്കിൽ മെൻസസ് രൂപത്തിലോ അങ്ങനെ ഏതെങ്കിലും ഒരു രൂപത്തിലോ പുറത്തുള്ളൂ കേട്ടോ. നിങ്ങൾ വെയിൽ കൊള്ളാൻ മറക്കരുതേ. ഇവർ പറയുന്ന കാര്യങ്ങളിൽ ഓരോ വരിയും വസ്തുതാവിരുദ്ധമാണ്. ക്യാൻസർ ചികിത്സ പോയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ബയോളജിയുടെ ബേസിക് ഐഡിയ പോലും ഇല്ലയെന്ന് കേൾക്കുന്ന ആർക്കും ഈസി ആയിട്ട് മനസ്സിലാക്കാം. ആദ്യം ഡോക്ടർമാരുടെ അടുത്ത് പോയാൽ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ശരീരം കീറി മുറിക്കും. ഞാനൊരു യൂറോളജിസ്റ്റാണ്. അതിൽ തന്നെ ഈ യൂറോളജിക്കൽ ക്യാൻസറുകളാണ് എൻ്റെ ഒരു ഇഷ്ടമേഖല. ഇതുപോലുള്ള ആൾക്കാരുടെ വാക്കുകൾ കേട്ട് അറിയാതെ പറ്റിക്കപ്പെടുന്നവർക്കായിട്ട് ഞാനൊരു കാര്യം ആദ്യമേ പറയാം. നമ്മുടെ മോഡേൺ ക്യാൻസർ ചികിത്സയിലെ ഏറ്റവും സക്സസ്ഫുൾ ആയൊരു ട്രീറ്റ്മെൻറ്റാണ് ക്യാൻസർ സർജറി. ഇത് ഒരുപാട് പേർക്ക് അറിയാത്ത ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ക്യാൻസർ വന്നിട്ട് അതിൻ്റെ ചികിത്സ മെയിനായിട്ട് സർജറിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ നല്ലൊരു കാര്യമാണെന്നാണ്. കാരണം സാധാരണഗതിയിൽ ക്യാൻസർ ബാധിച്ച അവയവത്തെ മുഴുവനായിട്ട് നീക്കം ചെയ്യുന്ന സർജറി ഈ ക്യാൻസർ ഓപ്പറേഷൻ, ഇവരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞ കീറി മുറിക്കൽ, ഈ തുടക്കത്തിലുള്ള ഏർലി സ്റ്റേജ് ക്യാൻസറുകൾക്കാണ് ചെയ്യുന്നത്. പക്ഷേ ട്രീറ്റ്മെൻറ്റിന് അഥവാ കീമോ അല്ലെങ്കിൽ റേഡിയേഷനൊക്കെ ആണെങ്കിൽ പലപ്പോഴും അതിൻ്റെ അർത്ഥം ഈ ക്യാൻസർ ശരീരത്തിൻ്റെ ഈ അവയവത്തിൻ്റെ പുറത്തു പോയിട്ടുണ്ട്, മെറ്റാസ്റ്റാറ്റിക് അല്ലെങ്കിൽ അവസാന സ്റ്റേജുകളൊക്കെ എത്തിയിട്ടുണ്ട് എന്നാണ്. പിന്നെ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞ മറ്റു ചില വിഡ്ഢിത്തരങ്ങൾ, ഒന്ന് ക്യാൻസർ ബാധിച്ച അവയവം എന്ന് പറഞ്ഞാൽ അവിടെ ടോക്സിനൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്, അപ്പോൾ കുറച്ച് നേരം വെയിലത്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്ന യുവതിക്ക് നാം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ബ്രസ്റ്റിനെ പുറത്തു പോയിട്ട് വൈകുന്നേരത്തുള്ള വെയിൽ കൊള്ളിക്കാനാണ് പറയുന്നത്. ഈ അക്യുപങ്ക്ചർ ആൾക്കാരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഈ ഞാനൊരു യൂറോളജിസ്റ്റ് ആയതുകൊണ്ട് ടെസ്റ്റിസ് ക്യാൻസറും പെനിസ് ക്യാൻസറൊക്കെ നമ്മൾ കാണുന്നതാണ്. ഈ അവയവങ്ങളിലുള്ള ക്യാൻസറൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താ പറയുക? പിന്നെ ഇവിടെയൊക്കെ ചികിത്സയുടെ ഫലമായിട്ട് ഇവർ പറയുന്നത് പനി വന്നിട്ട് അല്ലെങ്കിൽ മെൻസസ് ആയിട്ടൊക്കെ ശരീരത്തിലെ ടോക്സിൻസൊക്കെ പുറത്തു പോകും അക്യുപങ്ക്ചർ ചെയ്താൽ. ഒരു അടിസ്ഥാനപരമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ 10ാം ക്ലാസ് വരെയെങ്കിലും ബയോളജി പഠിച്ച ആൾക്കാരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് മെൻസസ് എന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് പനി അല്ലെങ്കിൽ ഫീവർ ഉണ്ടാകുന്നതെന്നൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്നതാണ്. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ഒരു പാർട്ടായിട്ട് എയിംസിൽ നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ഒരുപാട് ക്യാൻസർ രോഗികൾ നമ്മൾ കാണാറുണ്ട്. നമ്മളൊക്കെ തുടക്കത്തിലെ ക്യാൻസർ കണ്ടുപിടിച്ച് അവർ പിന്നെ ഈ ലാട വൈദ്യന്മാരുടെ അടുത്തും നാട്ടുവൈദ്യന്മാരുടെ അടുത്തൊക്കെ പോയിട്ട് അത് ലാസ്റ്റ് സ്റ്റേജിലെത്തുന്ന കോംപ്ലിക്കേറ്റഡ് ആയ കേസുകൾ കാണാറുണ്ട്. പക്ഷെ തിരിച്ച് ഞാൻ ഈ ഇപ്പോൾ MCH യൂറോളജിയിലൊക്കെ പാർട്ടായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ അത്തരം കേസുകൾ സാധാരണ നമ്മൾ കാണാറില്ല. ഇത്തരം കപട ശാസ്ത്രം പറയുന്നവർക്ക്, പ്രചരിപ്പിക്കുന്നവർക്ക് അവരുടേതായ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടാവും. മോഡേൺ മെഡിസിൻ എന്നും അല്ലെങ്കിൽ മാഫിയക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ശാസ്ത്രത്തിനോടും ഹോസ്പിറ്റലുകളോടൊക്കെയുള്ള പേടി വളർത്തുക, സർജറികളോടുള്ള പേടി വളർത്തുക, എന്നിട്ട് അവരുടെ സൈഡിലുള്ള ബിസിനസ്സുകൾ നടത്തുക തുടങ്ങിയ താല്പര്യങ്ങൾ. എൻ്റെയൊക്കെ പ്രിയപ്പെട്ട നാട്ടുകാരോടൊക്കെ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, നമ്മുടെ നാട്ടിലുള്ള മോഡേൺ മെഡിസിൻ ഡോക്ടർമാർക്കും ഹോസ്പിറ്റലുകൾക്കും ഒക്കെ ബാധകമായ ഒരു നിയന്ത്രണങ്ങളും കേസുകളൊന്നും ഇവർക്ക് ബാധകമല്ല. ഈ കേസിൽ തന്നെ ഇവർക്കെതിരെ പോലീസിൽ പരാതിപ്പെട്ട ഈ കുടുംബത്തിന് അവർക്കെതിരെ വലിയ നടപടികളൊന്നും സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് പോലീസുകാർ പറഞ്ഞതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ ഇത്തരം ചികിത്സകളൊക്കെ വെച്ചിട്ട് നിങ്ങൾ മരിച്ചാൽ പോലും ഇവർക്കെതിരെ ഒരു കേസ് പോലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം അപവാദ ശാസ്ത്രങ്ങൾ പറയാനും പറ്റിക്കാനുമായിട്ട് ഒരുപാട് പേരുണ്ടാവും. പറ്റിക്കപ്പെടാനായിട്ട് നമ്മൾ നിന്നു കൊടുക്കരുത്. ഇത്ര മാത്രമേ പറയാനുള്ളൂ.